بسم الله الرحمن الرحيم. يا أيتها النفس المطمئنة ارجعي إلى ربك راضية مرضية فادخلي في عبادي وادخلي جنتي. إنا لله وإنا إليه راجعون. إنا لله وإنا إليه راجعون. إنا لله وإنا إليه راجعون. ولا حول ولا قوة إلا بالله العلي العظيم. اللهم اغفر لها وارحمها مرحوما رحيما نور الله مرقدها واعف عنها وعافها وأكرم نزلها ووسع مدخلها واعثلها بالماء والثلج والبرد ونقها من خطايا كما نقيت الثوب الأبيض من الدنس وأبدلها دارا من خيرا من دارها وأهلا خيرا من أهلها وزوجا خيرا من زوجها وأدخلها الجنة وأعذها من عذاب القبر ومن عذاب النار. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. حينا ربنا بالسلام وأدخلنا دار السلام. اللهم اهدنا الصراط المستقيم صراط الذين أنعمت عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا. السلام عليكم ورحمة الله وبركاته. നമ്മുടെ പ്രിയപ്പെട്ട റഹീമ ഉമ്മ നവ്വറല്ലാഹു മർഖദഹ, പ്രിയപ്പെട്ട ഉമ്മ നമ്മിൽ നിന്നും വിട പറഞ്ഞിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഉമ്മയുടെ ബർസഖിയായ ജീവിതം സന്തോഷത്തിലാവാൻ, ആ ഉമ്മയുടെ ഖബർ ജീവിതം വിശാലമാകാൻ, ഖബർ വിശാലമാകാൻ ഈ ഒരു മജ്ലിസ് വലിയ സബബായി മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഏറ്റെടുക്കുന്ന ഖബറായി അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. പരിശുദ്ധ മദീന മുനവ്വറയിൽ നിന്നും മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുഹളറത്തിൽ നിന്നുകൊണ്ട് ഇങ്ങനെ ഒരു മജ്ലിസ് നടത്തുമ്പോൾ പരിശുദ്ധ ഹറമിൻ്റെ ബറക്കത്ത്, ഇവിടെ നിന്നുള്ള ധ്വനി അത് ലക്ഷോപലക്ഷം മലക്കുകൾ കേട്ട് ആമീൻ പറയുമ്പോൾ ആ ഉമ്മയ്ക്ക് സന്തോഷം കിട്ടാനും ആ ഉമ്മയുടെ ഖബറിലേക്ക് ആ മലക്കുകളുടെ സാന്നിധ്യം ലഭിക്കാനുമൊക്കെ ഇത് വലിയൊരു സബബായി തീരുമാറാകട്ടെ. മഹത്തായ അഹ്ബാബുൽ മുസ്തഫ എന്ന ഈ കൂട്ടായ്മയുടെ ലക്ഷ്യം തന്നെ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഒരുപാട് ഹദിയകൾ ലഭിക്കുക എന്നുള്ളതാണ്. ഈ കൂട്ടായ്മ തുടങ്ങിയത് മുതൽ ഈ നിമിഷം വരെ മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി ഓതിയ ഖത്മുകൾക്ക് കണക്കുകളില്ല, ഓതിയ യാസീനുകൾക്ക് കണക്കുകളില്ല, ഓതിയ മുൽക്കുകൾക്ക് കണക്കുകളില്ല, ഓതിയ സൂറത്തുൽ ഇഖ്ലാസിനും ദിക്റിനും ഇസ്തിഗ്ഫാറിനും കണക്കുകളില്ല, കണക്കുകൾക്കതീതമാണ്. 10,000 ഖത്മുൽ ഖുർആനും കോടിയിലധികം വരുന്ന യാസീനും മുൽക്കും കോടാനക്കോടി ദിക്റും തഹ്ലീലുമൊക്കെയാണ്
സൂറത്തുൽ ഇഖ്ലാസും ഫാത്തിഹയുമൊക്കെയാണ് മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി 2008 മുതൽ ഈ നിമിഷം വരെയും ചൊല്ലിത്തീർത്തിട്ടുള്ളത്. ഈ കൂട്ടായ്മ തുടങ്ങിയതിൻ്റെ ലക്ഷ്യവും അത് തന്നെയാണ്. ഈ കൂട്ടായ്മയിലേക്ക് ആരെങ്കിലും കടന്നു വരുമ്പോഴും അവർക്ക് കൊടുക്കുന്ന നിർദ്ദേശവും അങ്ങനെ തന്നെയാണ്. അൽഹംദുലില്ലാ, ആ ഒരു പ്രതീക്ഷയോടുകൂടി എല്ലാ ദിവസവും 100 സ്വലാത്ത് ചൊല്ലി പ്രതിമാസം 3000 സ്വലാത്ത് അഡ്മിന്മാർക്ക് നൽകി ഈ ഒരു കൂട്ടായ്മയിലൂടെ നാളെ മരിച്ചു കഴിഞ്ഞാൽ എനിക്കും കിട്ടണമെന്ന ആഗ്രഹത്തോടു കൂടി ധാരാളം ഖുർആൻ പാരായണം ചെയ്തവരും ചെയ്തുകൊണ്ടിരിക്കുന്നവരും ചെയ്തു കഴിഞ്ഞു പോയ പലരുമുണ്ട്. അല്ലാഹു എല്ലാം ഖബൂൽ ചെയ്യുമാറാകട്ടെ, സ്വീകരിക്കുമാറാകട്ടെ. ഒരു കാര്യം നാം മനസ്സിലാക്കണം, നമ്മൾ ഈ ഒരു മഹത്തായ കൂട്ടായ്മ തുടങ്ങിയതിൻ്റെ ലക്ഷ്യവും ആ ഉദ്ദേശം കൊണ്ട് ചൊല്ലിയതും ഒന്നും വെറുതെ ആവുകയില്ല. ഇനി നമുക്ക് വേണ്ടപ്പെട്ട പലരും മരണപ്പെട്ടിട്ടുണ്ട്. ഈ വിനീതൻ്റെ സാഹചര്യങ്ങൾ കൊണ്ട് പലർക്കും മജ്ലിസ് നടത്താൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. ചില സാഹചര്യങ്ങൾ കൊണ്ട് ചിലർക്ക് മജ്ലിസ് നടത്താൻ കഴിഞ്ഞിട്ടുമുണ്ട്. ഇനി നടത്തിയാലും ഇല്ലെങ്കിലും മനസ്സിലുള്ള നീയത്തും എപ്പോഴും ദുആ ചെയ്യുന്നതും 2 വർഷത്തോളം മദീന മുനവ്വറയിൽ വെച്ച് എല്ലാ ദിവസവും മിക്ക ദിവസങ്ങളും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സലാം പറയാൻ പോകുമ്പോഴും ആ ഹുജ്റത്തു ഷരീഫിൽ വെച്ച് ഈ വിനീതൻ്റെ പ്രാർത്ഥന എല്ലാവർക്കുമുണ്ട്, എപ്പോഴുമുണ്ട്. ഈ കൂട്ടായ്മയുടെയും ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കൂട്ടായ്മയുടെയും പ്രത്യേകതയും മഹത്വവും അതുതന്നെയാണ്. പ്രിയപ്പെട്ടവരെ, ഈ കൂട്ടായ്മയിൽ ഉള്ളവരും ഇപ്പോഴില്ലാത്തവരും മരണപ്പെട്ടു പോയവർക്കും എല്ലാം ഈ കൂട്ടായ്മയിൽ നിന്നും ഒരുപാട് ഖുർആനുകളും ദിക്റുകളും അത് സദസ്സുകളിലൂടെ അല്ലാതെ തന്നെ സിറിയായിട്ടുള്ള മജ്ലിസിലും പരിശുദ്ധ റൗള ഷരീഫിൻ്റെ പല കോണുകളിലും വെച്ചും ജന്നത്തുൽ ബഖീഅയിലും സയ്യിദുന ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്ത് വെച്ചും മസ്ജിദുൽ ഖുബായിലും ഖിബ്ലത്തൈനിലും പുണ്യമാക്കപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം ദുആരക്കുമ്പോൾ അഹ്ബാബിൽ മുസ്തഫയിൽ അംഗമായിട്ടുള്ള മരണപ്പെട്ടു പോയ ആരൊക്കെയാണോ അവർക്ക് വേണ്ടിയും ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയും ഉള്ളവർക്കും ഇല്ലാത്തവർക്കും ഒക്കെ പ്രത്യേകം ദുആ ചെയ്യുമ്പോൾ അൽഹംദുലില്ലാ, ഇത് വലിയൊരു നേട്ടം തന്നെയാണ്. അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ, സ്വീകരിക്കുമാറാകട്ടെ. ഇതിൻ്റെ പിന്നിൽ ഇപ്പോഴും പ്രവർത്തിക്കുന്നവർ അല്ലാഹു ആഫിയത്തും ആരോഗ്യവും പ്രദാനം ചെയ്ത് മാതാപിതാക്കൾക്ക് ഖൈറും സന്തോഷവും നൽകി ആഫിയത്തും ആരോഗ്യവും നൽകി മരണപ്പെട്ടു പോയവരുടെ ഖബറിലേക്ക് ഇതിൻ്റെ സന്തോഷം അല്ലാഹു എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരെയും ഏറ്റെടുക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ പ്രിയപ്പെട്ട പൊന്നുമ്മ മർഹൂമ റഹീമ നവ്വറല്ലാഹു മർഖദഹ, ആ ഉമ്മയുടെ ബർസഖിയായ ജീവിതം അല്ലാഹു സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഉമ്മയുടെ പേരിൽ വ്യത്യസ്തമായ ദിവസങ്ങളിൽ ഇൻഷാ അല്ലാഹ് മജ്ലിസ് നടത്താൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിലും ആഴ്ചകളിലും മാസങ്ങളോളം പിന്നിലോട്ട് പോയി കഴിഞ്ഞാൽ പലരും മരണപ്പെട്ടു പോയവരുണ്ടാകും. മെമ്പർമാരുടെ മാതാപിതാക്കളൊക്കെ മരണപ്പെട്ടവരുണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാം ബർസഖിയായ ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീന. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നമുക്ക് പ്രിയപ്പെട്ട ഉമ്മയ്ക്ക് വേണ്ടി നമുക്ക് സൂറത്തുൽ യാസീൻ പാരായണം ചെയ്ത് ദുആ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. തഹ്ലീൽ ചൊല്ലി നമുക്ക് ദുആ ചെയ്യണം. സൂറത്തുൽ ഫാത്തിഹ ഓതി നമുക്ക് ദുആ ചെയ്യണം. അതുപോലെ തന്നെ വ്യത്യസ്തമായ കാര്യങ്ങളും മൗലിദുകളുമൊക്കെ ചൊല്ലി ദുആരക്കണം. നമുക്ക് വ്യത്യസ്തമായ സമയങ്ങൾ അതിനു വേണ്ടി കണ്ടെത്തണം. 40 വരെ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന കുടുംബങ്ങളോട് ഞാൻ പറയുന്നു,
40 വരെ മുടങ്ങാതെ നിങ്ങളെല്ലാവരും ആ ഉമ്മയ്ക്ക് വേണ്ടപ്പെട്ടവരോട് ഞാൻ പറയുന്നു, എല്ലാവരും പറ്റുന്നത്ര ഫാത്തിഹ ഇന്നു മുതൽ ഓരോ ദിവസവും ഓതി വെക്കുക. ഫാത്തിഹയിൽ ഒരുപാട് മഹത്വമുണ്ട്. ഫാത്തിഹ ഓതിക്കഴിഞ്ഞാൽ ആ ഉമ്മയ്ക്ക് കിട്ടുന്ന നേട്ടം വലിയതാണ്. ഫാത്തിഹയിലുള്ള നേട്ടം അത് സൂറത്തുൽ ഇഖ്ലാസിലില്ല. സൂറത്തുൽ ഇഖ്ലാസിലുള്ള നേട്ടം അത് ഫാത്തിഹയിൽ ഉണ്ടാവില്ല. എല്ലാം വ്യത്യസ്തമാണ്. എന്നാൽ മരണപ്പെട്ടവർക്ക് ഏറ്റവും മാധുര്യമുള്ള സൂറത്തുകളാണ് സൂറത്തുൽ യാസീൻ, സൂറത്തുൽ ഫാത്തിഹ, സൂറത്തുൽ മുൽക്ക്, സൂറത്തുൽ ഇഖ്ലാസ്. ഇതെല്ലാം നമ്മൾ ധാരാളം പാരായണം ചെയ്യണം. നിങ്ങൾ ഖത്മുൽ ഖുർആൻ ഓതുന്നുണ്ടാകും. അതോടൊപ്പം ഒരു യാസീനെങ്കിലും ആ ഉമ്മയുടെ പേരിൽ ഓതാൻ ശ്രമിക്കണം. അതോടൊപ്പം നിങ്ങളെക്കൊണ്ട് കഴിയുന്ന ഫാത്തിഹ 10 തവണ ഓതാൻ പറ്റുമെങ്കിൽ 10 തവണ നല്ല ഇഖ്ലാസോടുകൂടി, നല്ല ആത്മാർത്ഥതയോടുകൂടി നിങ്ങൾ ഓതണം. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറ്റുന്ന സൂറത്തിൽ ഇഖ്ലാസ് ചൊല്ലണം, ദിക്ർ ചൊല്ലണം, കണക്ക് വെക്കണം. ഓരോ ദിവസവും കണക്ക് വെച്ച് ചൊല്ലി 40 പൂർത്തിയാകുമ്പോൾ ആ ഉമ്മയുടെ മജ്ലിസിലേക്ക് നിങ്ങൾ ആ കണക്കുകളെല്ലാം കൊടുത്ത് ദുആ ചെയ്യിപ്പിക്കണം. അള്ളാഹു നമുക്ക് ആ ഉമ്മയുടെ പൊരുത്തം നൽകുമാറാകട്ടെ. ആ ഉമ്മയുടെ തിരുനോട്ടം ആ കുടുംബത്തിനും ആ വീട്ടിനുമൊക്കെ അള്ളാഹു നൽകുമാറാകട്ടെ. ഇതിൻ്റെ പിന്നിൽ ഖിദ്മ ചെയ്തുകൊണ്ട് ഖുർആൻ ഓതാൻ വേണ്ടി തയ്യാറെടുക്കുന്നവർ, ഓതിക്കൊണ്ടിരിക്കുന്നവർ, എൻ്റെ ഈ നസീഹത്ത് കേട്ട് ഏറ്റെടുക്കുന്നവർ അള്ളാഹു സുബ്ഹാനഹു വ തആല ആഫിയത്ത് നൽകട്ടെ, ആരോഗ്യം നൽകട്ടെ. ദുആ ചെയ്യുന്നത് മദീന മുനവ്വറയിൽ നിന്നാണ്. അള്ളാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഓതുന്നവരുടെ എല്ലാ വിഷമങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ. രോഗങ്ങൾ അള്ളാഹു ഷിഫയാക്കി തരുമാറാകട്ടെ. കടങ്ങൾ അള്ളാഹു വീട്ടി തരുമാറാകട്ടെ. കുടുംബത്തിലും ജീവിതത്തിലും സമ്പത്തിലും എല്ലാം അള്ളാഹു ബറക്കത്ത് ചെയ്യുമാറാകട്ടെ എന്ന് ഞാൻ കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. ആ ഉമ്മയ്ക്ക് വേണ്ടപ്പെട്ടവരാരുണ്ടെങ്കിലും, മക്കളുണ്ടെങ്കിലും, മാതാവിൻ്റെ നന്മയ്ക്ക് വേണ്ടി മുത്തഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്ന കാര്യത്തിലും, യതീമീങ്ങൾക്കും, അതുപോലെ തന്നെ അഗതികൾക്കും, അതുപോലെ തന്നെ വൃദ്ധസദനങ്ങളുണ്ട്. നമുക്ക് വളരെ വേണ്ടപ്പെട്ട വൃദ്ധസദനങ്ങളുണ്ട്. അവരൊക്കെ വളരെയധികം അശ്രദ്ധരും അതുപോലെ അള്ളാഹു ഇഷ്ടപ്പെടുന്നവരുമാണ്. അവരുടെയൊക്കെ കണ്ണീരൊപ്പിയാൽ അതിനേക്കാളും മഹത്വമുള്ളത് വേറൊന്നുമില്ല. അവിടെയാണ് നമ്മളൊരു നെയ്യത്ത് വെച്ചുകൊണ്ട് എന്ത് സൽക്കർമ്മം ചെയ്താലും അള്ളാഹുവിൻ്റെ സഹായം, മലക്കുകളുടെ സഹായം അവിടെ എത്തും. നമുക്ക് വളരെ വേണ്ടപ്പെട്ട നമ്മുടെ ഭർത്താവ്, നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കൾ, അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾ, വല്യുമ്മമാർ, വല്യുപ്പമാർ മരിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മരണപ്പെടുമ്പോൾ ഇങ്ങനെയുള്ള സൽക്കർമ്മങ്ങൾ ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം. ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരു വൃദ്ധസദനം നമുക്ക് വേണ്ടപ്പെട്ട, വളരെയധികം വേണ്ടപ്പെട്ട ഒരു വൃദ്ധസദനം കരുനാഗപ്പള്ളിയിലുണ്ട്. നമുക്ക് വേണമെങ്കിൽ അവിടെ കൊണ്ടുപോയി നേരിട്ട് പോയി അവർക്ക് ഭക്ഷണം കൊടുത്ത്, ഒരു നേരത്തെ ഭക്ഷണം കൊടുത്ത് നമുക്ക് അങ്ങനെയൊക്കെ നന്മകൾ ചെയ്യാൻ പറ്റും. ഏത് നന്മ ചെയ്താലും അള്ളാഹു കബൂൽ ചെയ്യും. ഒന്നിലൊതുങ്ങാതെ നമുക്ക് കഴിവുണ്ടോ നമ്മൾ അത് ചെയ്യണം. കഴിയുന്നില്ലേ, ഏറ്റവും നല്ല കഴിവ് ഖുർആൻ പാരായണം ചെയ്യുക, ദിക്ർ ചൊല്ലുക. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അതോടൊപ്പം ഏറ്റവും മഹത്തരമായിട്ടുള്ള, ഏറ്റവും ഗുണം കിട്ടുന്ന മറ്റൊരു കാര്യം, പരിശുദ്ധ മദീന മുനവ്വറയിൽ ഹബീബുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മസ്ജിദുൻ നബവിയിൽ മരണപ്പെട്ടു പോയ ഉമ്മയ്ക്ക് വേണ്ടി ഖുർആൻ വഖഫ് ചെയ്യുക. അതൊരു മക്കൾ എന്നല്ല, എത്ര മക്കൾക്ക് വേണമെങ്കിലും ഖുർആൻ വഖഫ് ചെയ്യാം. അൽഹംദുലില്ലാ, ഒരുപാട് പേർക്ക് ആവശ്യപ്പെട്ടതനുസരിച്ച് ഖുർആൻ വഖഫ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അഡ്മിന്മാരുമായിട്ട് ബന്ധപ്പെട്ടാൽ അതിന് വേണ്ടതെല്ലാം ചെയ്തു തരുന്നതാണ്. മരണപ്പെട്ടാൽ മാത്രമല്ല, നമുക്ക് എന്ത് നല്ല ഉദ്ദേശങ്ങളും നമ്മുടെ മുമ്പിലുണ്ടെങ്കിലും, ഒരു ജന്മദിനം വന്നാൽ പോലും അത് നന്മകൾ കൊണ്ട് മുന്നേറണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു തആല ആ ഉമ്മയുടെ ഖബർ ജീവിതം അള്ളാഹു സന്തോഷത്തിലാക്കുമാറാകട്ടെ. അള്ളാഹു ദീർഘകാലം ഒരുപാട് ഹസനാത്തുകൾ, ഒരുപാട് നന്മകൾ ചൊരിഞ്ഞു കൊടുക്കുന്ന ഖബറാക്കി അള്ളാഹു മാറ്റുമാറാകട്ടെ. ഇൻഷാ അള്ളാഹ് ആ ഉമ്മ ചൊല്ലിയ, ആ ഉമ്മ ഈ മഹത്തായ കൂട്ടായ്മയിൽ വന്നത് മുതൽ മരിക്കുന്നതുവരെ ചൊല്ലിയ സ്വലാത്തിൻ്റെ കണക്കുകളുണ്ട്. അതൊക്കെ ഇൻഷാ അള്ളാഹ് പരിശുദ്ധ റൗള ഷരീഫിൽ വെച്ച് സമർപ്പിക്കേണ്ടതുണ്ട്. ഇൻഷാ അള്ളാഹ് 3 വർഷവും 1 മാസവും അഥവാ 37 മാസമാണ് മഹതിയായ പ്രിയപ്പെട്ട റഹീമ എന്ന് പറയുന്ന പൊന്നുമ്മ ഈ കൂട്ടായ്മയിലുണ്ടായിരുന്നത്. ഓരോ മാസവും ചൊല്ലി സ്വലാത്തുകൾ ഇൻഷാ അള്ളാഹ് സമർപ്പിച്ചുകൊണ്ട് ഈ റജബ് മാസത്തിൽ
ദുആ ചെയ്യാനിരിക്കുകയാണ്. റജബ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ മാസത്തിൽ അള്ളാഹു ആ ഉമ്മയെ വിളിച്ചെങ്കിൽ എത്രമാത്രം അള്ളാഹു സുബ്ഹാനഹു വ തആല ഉമ്മയെ സ്നേഹിക്കുന്നുണ്ടെന്ന് നാം മനസ്സിലാക്കണം. അള്ളാഹു ഉമ്മയുടെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മയും ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഇൻഷാ അള്ളാഹ് ആ ഉമ്മ ചൊല്ലിയ ലക്ഷോപലക്ഷം സ്വലാത്തുകൾ ഓരോ മാസവും പ്രതിമാസവും പ്രിയപ്പെട്ട സുമയാത്താക്ക് നൽകിയിട്ടുണ്ട്. ഓരോ മാസവും അത് കൃത്യമായി എഴുതി വെച്ച് അൽഹംദുലില്ലാ കൂട്ടായ്മയിൽ വളരെ മനോഹരമായി വളരെ ഭംഗിയായി സ്വലാത്തിൻ്റെ കണക്കുകൾക്ക് ഖിദ്മത്തെടുക്കുന്ന ഉമ്മയും കൂടിയാണ്. ഖത്തറിലാണവർ. അള്ളാഹു ആഫിയത്ത് നൽകട്ടെ, ആരോഗ്യം നൽകട്ടെ, ദീർഘായുസ് നൽകട്ടെ, അവരുടെ ജീവിതത്തിൽ അള്ളാഹു ബറക്കത്ത് നൽകട്ടെ, അവരുടെ മാതാപിതാക്കളുടെ ഖബറിലേക്ക് സന്തോഷം എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. ഒന്നും വിട്ടുപോകാതെ കൃത്യമായി ഓരോ മാസം ചൊല്ലിയ സ്വലാത്തിൻ്റെ കണക്കുകൾ വളരെ മനോഹരമായി സമർപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവേ, ഞങ്ങളിൽപ്പെട്ട ഒരുപാട് ആളുകളുണ്ട് റഹ്മാനെ, അവരുടെ എല്ലാം ഖബറിലേക്ക് ഇതിൻ്റെ സന്തോഷം നീ എത്തിച്ചു കൊടുക്കണം റഹ്മാനെ, എത്തിച്ചു കൊടുക്കണേ അല്ലാ. ആമീൻ പറയുമ്പോൾ ആത്മാർത്ഥമായി പറയണം. ദുആ ചെയ്യുന്നത് പരിശുദ്ധ മദീന മുനവ്വറയിൽ നിന്നാണ്. ദുആ ചെയ്യുമ്പോൾ ഈ വിനീതൻ്റെ ഖൽബിലേക്ക് 10 പേരാണെങ്കിൽ 10 പേരുടെ മനസ്സിലുള്ള നീറുന്ന വേദനിക്കുന്ന പ്രയാസങ്ങൾ ഉണ്ടോ ഇല്ലേ, എന്താണെങ്കിലും മനസ്സിൽ കരുതി ഞാൻ ദുആ ഇറക്കുമ്പോൾ നിങ്ങളുടെ ആമീൻ്റെ ബറക്കത്ത് കൊണ്ട് ഈ മജ്ലിസ് അല്ലാഹു ഏറ്റെടുത്താൽ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും വിഷമങ്ങൾക്കും രോഗങ്ങൾക്കുമൊക്കെ പരിഹാരമാകും. അല്ലാഹു പരിഹാരം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇൻഷാ അള്ളാഹ് ഞാൻ പറഞ്ഞതുപോലെ പല കാര്യങ്ങളും നമുക്ക് ആ ഉമ്മയ്ക്ക് വേണ്ടി ചെയ്യണം. ഇന്ന് നമ്മൾ ചെല്ലാൻ ഉദ്ദേശിക്കുന്നത് ദിക്റാണ്. നമുക്ക് ദിക്ർ ചൊല്ലി ദുആയിലേക്ക് പ്രവേശിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. جددوا إيمانكم ونوروا قلوبكم وزينوا ألسنتكم بقوله لا إله إلا الله 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 لا إله إلا الله
لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്ലിസ് സ്വീകരിക്കുമാറാകട്ടെ, കബൂൽ ചെയ്യുമാറാകട്ടെ. ആരെല്ലാം തുടക്കം മുതൽ അവസാനം വരെ ഈ മജ്ലിസിൽ നിന്നുകൊണ്ട് ആത്മാർത്ഥമായി ആമീൻ പറയുന്നു, അള്ളാഹു അവരുടെ എല്ലാ ഉദ്ദേശങ്ങളും പൂർത്തിയാക്കട്ടെ. മുസീബത്തിൽ നിന്നും ഷർറിൽ നിന്നും ഐനിൽ നിന്നും അള്ളാഹു കാവൽ നൽകട്ടെ. എല്ലാവിധ ശൈത്വാനിയത്തിൽ നിന്നും അള്ളാഹു കാവൽ നൽകുമാറാകട്ടെ. മക്കൾക്കെല്ലാം അള്ളാഹു ആഫിയത്തും ആരോഗ്യവും അള്ളാഹു നൽകട്ടെ, അതബുള്ള മക്കളാക്കട്ടെ. ആത്മാർത്ഥമായിട്ട് ആമീൻ പറയണം. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. റഹ്മാനും റഹീമുമായ അല്ലാഹ്, മലിക്കുൽ ജബ്ബാറായ അല്ലാഹ്, മലിക്കുൽ മുലൂക്കായ രാജസയ്യിദായ അല്ലാഹുവേ, ഞങ്ങളുടെ ഈ മജ്ലിസ് നീ സ്വീകരിക്കണം അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളുടെ ഖൽബ് നീ ശുദ്ധിയാക്കണേ അല്ലാഹ്. ഈമാൻ വർദ്ധിപ്പിക്കണേ അല്ലാഹ്. തഖ്വയുള്ളവരാക്കണേ അല്ലാഹ്. ഇഖ്ലാസ് ഉള്ളവരാക്കണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങൾ ചൊല്ലിയ ദിക്റുകൾ മുഴുവനും പ്രിയപ്പെട്ട പൊന്നുമ്മയ്ക്ക് വേണ്ടിയാണ്. ഞങ്ങൾ മദീന മുനവ്വറയിൽ നിന്നാണ് ദ്വാരക്കുന്നത്. ആമീൻ പറയുന്നവരുടെയും ഖൽബും റൂഹുമെല്ലാം മദീനയുമായി ബന്ധിപ്പിക്കണം യാ റസൂലല്ലാഹ്. ഞങ്ങൾ ചൊല്ലിയ ദിക്റുകൾ പൂർണ്ണമായും ഹബീബുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുദർബാറിലേക്ക് സമർപ്പിക്കുന്നു യാ റസൂലല്ലാഹ്. അവിടുത്തെ ഷറഫാക്കപ്പെട്ട കരങ്ങളാൽ ആ ഉമ്മയുടെ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കണം യാ റസൂലല്ലാഹ്. എത്തിച്ചു കൊടുക്കണേ യാ ഹബീബല്ലാഹ്. എത്തിച്ചു കൊടുക്കണേ യാ റസൂലല്ലാഹ്. അവിടുത്തെ ഷറഫാക്കപ്പെട്ട നൂറ ഖബറിൽ പ്രവേശിപ്പിക്കണം യാ റസൂലല്ലാഹ്. അവിടുത്തെ തിരുനോട്ടം കൊണ്ട് ആ ഉമ്മയെ സന്തോഷിപ്പിക്കണം യാ റസൂലല്ലാഹ്. ആ ഉമ്മ ഈ മഹത്തായ കൂട്ടായ്മയിൽ പ്രതിമാസം സ്വലാത്ത് ചൊല്ലിത്തന്ന ഉമ്മയാണ്. കബൂൽ ചെയ്യണം യാ റസൂലല്ലാഹ്. സ്വീകരിക്കണം യാ റസൂലല്ലാഹ്. ഈ കൂട്ടായ്മയിൽ ഒരംഗമായത് കൊണ്ടാണല്ലോ ഞങ്ങളിങ്ങനെ ദ്വാരക്കുന്നത്. ആ ഉമ്മയെ ഞങ്ങൾ കണ്ടിട്ടില്ല, ഒരു നോക്കുപോലും കണ്ടിട്ടില്ല. ആ ഉമ്മ ഞങ്ങളുടെയൊക്കെ നസീഹത്ത് കേട്ട് സ്വലാത്തിനോടുള്ള മഹബ്ബത്ത് കൊണ്ട് പ്രതിമാസം ഉമ്മ ചൊല്ലുന്ന സ്വലാത്തുകൾ ആ ഉമ്മയ്ക്ക് ഗുണമാക്കണം യാ റസൂലല്ലാഹ്. ആ ഉമ്മയ്ക്ക് വലിയ നേട്ടം നൽകണം യാ റസൂലല്ലാഹ്. ആ ഉമ്മയ്ക്ക് വലിയ ഖൈർ നൽകണം യാ റസൂലല്ലാഹ്. ആ ഉമ്മയ്ക്ക് ഖദീജ ഉമ്മയുടെ തിരുനോട്ടം നൽകണം യാ റസൂലല്ലാഹ്. ആ ഉമ്മയ്ക്ക് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ തിരുനോട്ടം നൽകണം യാ റസൂലല്ലാഹ്. ആ ഉമ്മയ്ക്ക് ആയിഷ ഉമ്മയുടെ തിരുനോട്ടം നൽകണം യാ റസൂലല്ലാഹ്. ജന്നത്തുൽ ബഖീൽ ഒരിടം നൽകണം യാ റസൂലല്ലാഹ്. മക്കൾക്ക് സമാധാനം നൽകണം യാ റസൂലല്ലാഹ്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുനോട്ടം നൽകണം യാ റസൂലല്ലാഹ്. പടച്ചവനെ, ആ ഉമ്മ ചെയ്തു പോയ എല്ലാ പാപങ്ങളും ന്യൂനതകളും നീ പുറത്തു മാപ്പാക്കണേ യാ റസൂലല്ലാഹ്. മറപ്പാക്കണം യാ അല്ലാഹ്. യാ അല്ലാഹ് യാ അല്ലാഹ് യാ അല്ലാഹ്. ആ ഉമ്മയുടെ ഖബർ ജീവിതം സന്തോഷത്തിലാക്കണം യാ അല്ലാഹ്. പടച്ചവനെ, ആ ഉമ്മയുടെ
നന്മയ്ക്ക് വേണ്ടി, ആ ഉമ്മയുടെ ഗുണങ്ങൾക്ക് വേണ്ടി, ആ ഉമ്മയുടെ നന്മകൾക്ക് വേണ്ടി ആ കുടുംബങ്ങൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിക്കണം അല്ലാ. ആ വീട്ടിൽ ചെയ്യുന്ന എല്ലാ നന്മകളും ഖത്മുൽ ഖുർആനും സൂറത്തുൽ യാസീനും ഫാത്തിഹയും ഇഖ്ലാസും മുൽക്കും ദിക്റും ഇഖ്ലാസും ഇസ്തിഗ്ഫാറും ഏറ്റെടുക്കണം യാ റസൂലല്ലാഹ്. റഹ്മാനും റഹീമുമായ അല്ലാ, മലിക്കുൽ ജബ്ബാറായ അല്ലാ, മലിക്കുൽ മുലൂക്കായ രാജ സയ്യിദായ അല്ലാ, ഞങ്ങളുടെ അഹ്ബാബീങ്ങൾ പലരും ഇന്ന് ഖബറിലുണ്ട് റഹ്മാനെ. ഈ അടുത്തായി മരണപ്പെട്ടവർ, അവരുടെ ആണ്ടുകൾ കഴിഞ്ഞിട്ടുണ്ട് റഹ്മാനെ. എല്ലാവരുടെയും ഖബറിലേക്ക് ഇതിൻ്റെ സന്തോഷം എത്തിക്കണം യാ അല്ലാ. എത്തിക്കണേ യാ അല്ലാ, എത്തിക്കണേ യാ അല്ലാ. പടച്ചവനെ, ആഫിയത്തും ആരോഗ്യവുമുള്ള ഉമ്മമാരും മാതാപിതാക്കളുമാക്കണം റഹ്മാനെ. പടച്ചവനെ, ഞങ്ങളെ കൂട്ടായ്മയിൽ ഒരുപാട് വയോവൃദ്ധരായ ഉമ്മമാരുണ്ട് റഹ്മാനെ, ഉപ്പമാരുണ്ട് റഹ്മാനെ. അവർക്കെല്ലാം നീ ആഫിയത്ത് നൽകണം റഹ്മാനെ, ആരോഗ്യം നൽകണേ അല്ലാ, ദീർഘായുസ്സു നീ നൽകണം റഹ്മാനെ. പടച്ചവനെ, ഖൈറും ബറക്കത്തും ഏറ്റി നൽകണം റഹ്മാനെ. പടച്ചവനെ, നീ ഏറ്റി നൽകണം റഹ്മാനെ. പടച്ചവനെ, ആ ഉമ്മയ്ക്ക് വേണ്ടി ആരെല്ലാം എന്തെല്ലാം സൽക്കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടോ നീ സ്വീകരിക്കണം റഹ്മാനെ, നീ സ്വീകരിക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ. പടച്ചവനെ, റഹ്മാനായ അല്ലാ, റഹീമായ അല്ലാ, മലിക്കുൽ മുലൂക്കായ അല്ലാ, രാജ സയ്യിദായ അല്ലാ, നീ ഖബൂൽ ചെയ്യണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെ ഏറ്റെടുക്കണം റഹ്മാനെ. ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത് ഒരുപാട് പേരുണ്ട്, അവരുടെ എല്ലാം ഉദ്ദേശങ്ങൾ നീ പൂർത്തിയാക്കണേ അല്ലാ. പരിശുദ്ധ മദീനയോടുള്ള ഹബ്ബ് കൊണ്ട്, സ്നേഹം കൊണ്ട് മദീന മുനവ്വറയിലേക്ക് ഒരുപാട് പേര് ഖുർആൻ വഖഫ് ചെയ്യണമെന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട് റഹ്മാനെ. അല്ലാഹുവേ, അവരുടെ രോഗങ്ങൾ ശിഫയാക്കണം റഹ്മാനെ, ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കണേ അല്ലാ, കടങ്ങൾ വീട്ടി നൽകണേ അല്ലാ. മക്കളുടെ ജന്മദിനം വന്നപ്പോൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നതിന് പകരം എന്നും ഗുണം കിട്ടുന്ന ആ ഖുർആൻ വഖഫ് ചെയ്തവർക്കും ചെയ്യപ്പെട്ട മക്കൾക്ക് വേണ്ടി റബ്ബേ, ജന്മദിനം വന്നപ്പോൾ ഖുർആൻ വഖഫ് ചെയ്യണമെന്ന് പറഞ്ഞവർ, അല്ലാഹുവേ, ആ മക്കൾക്ക് നീ ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും ഹിമ്മത്തും നൽകണേ അല്ലാ. നല്ല മക്കളായി നീ വളർത്തണേ അല്ലാ, വഴിതെറ്റിക്കല്ലേ അല്ലാ, ഈമാൻ നൽകണേ അല്ലാ. പെടുന്നനെയുള്ള അപകടങ്ങളെ തൊട്ടു നീ കാക്കണം റഹ്മാനെ. ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത പലരിലും ക്യാൻസർ ബാധിച്ചവരുണ്ട്, ട്യൂമർ ബാധിച്ചവരുണ്ട്. ഷാഫിയായ കാഫിയായ മുആഫിയായ അല്ലാ, നീ ഷിഫയാക്കണേ അല്ലാ, നീ ഷിഫയാക്കണം റഹ്മാനെ, നീ ഷിഫയാക്കണേ അല്ലാ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാന വബല്ലിഗ്നാ ശഹ്റ റമളാൻ. അല്ലാഹുവേ, ഞങ്ങൾക്ക് റജബിലും ശഅബാനിലും റമളാനിലും ധാരാളം ഖുർആൻ പാരായണം ചെയ്യാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. ദുനിയാവ് വളരെ മോശമാണ്, ആ മോശപ്പെട്ട അവസ്ഥയിൽ ഞങ്ങളെ നീ വഴുതി വീഴ്ത്തല്ലേ അല്ലാ. ചെയ്തു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്തു മാഫാക്കണം റഹ്മാനെ. പടച്ചവനെ, ഞങ്ങൾ കണ്ണുകൊണ്ട് കാതുകൊണ്ട് ഞങ്ങളെ ജീവിതത്തിൽ വന്നു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും നീ പുറത്തു മാഫാക്കണേ അല്ലാ. ഗീബത്ത്, നമീമത്ത്, ഫസാദുകൾ ധാരാളം പറഞ്ഞു പോയിട്ടുണ്ട്, എല്ലാം നീ പുറത്തു നൽകണം റഹ്മാനെ. ഗീബത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം നീ പുറത്തു തരണം റഹ്മാനെ. ഖൽബ് നീ ശുദ്ധിയാക്കണേ അല്ലാ, ഈമാൻ വർദ്ധിപ്പിക്കണേ അല്ലാ. എത്ര രോഗം വന്നാലും പ്രയാസം വന്നാലും ഈ റജബ് എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ മാസവും കടന്ന് ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഅബാൻ മാസവും കടന്ന് ഉമ്മത്തീങ്ങളെ മാസത്തിലേക്ക് ചെന്നെത്തുമ്പോൾ എന്തിനും തയ്യാറായ ഖുർആൻ പാരായണം ചെയ്യാനാണോ അതിന് ഞാൻ റെഡി. 5 നേരത്തെ നിസ്കാരം കൃത്യമായി നിസ്കരിക്കാനും തറാവീഹ് മുടങ്ങാതിരിക്കാനും എല്ലാത്തിനും തയ്യാറെടുപ്പോടുകൂടി പരിശുദ്ധ റമളാനിലേക്ക് പ്രവേശിക്കുന്നവരെ കൂട്ടത്തിൽ നീ ഉൾപ്പെടുത്തണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളാക്കി ഞങ്ങളെ മാതാപിതാക്കൾക്ക് നീ ആഫിയത്ത് നൽകണേ അല്ലാ, ആരോഗ്യം നൽകണേ അല്ലാ, ദീർഘായുസ്സു നീ നൽകണേ അല്ലാ. ഞങ്ങളെ ഭാര്യമാരിൽ നീ ബറക്കത്ത് നീ നൽകണം റഹ്മാനെ. പടച്ചവനെ, നീ ആഫിയത്തും ആരോഗ്യവും നൽകണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ ഭാര്യമാരുടെ മാതാപിതാക്കളിൽ നീ ബറക്കത്ത് നീ നൽകണം റഹ്മാനെ, നീ ആഫിയത്ത് നൽകണേ അല്ലാ. അവരുടെ ജ്യേഷ്ഠാനുജന്മാരിലും സഹോദരന്മാരിലും അവരുടെ മക്കളിലും പേരമക്കളിലും നീ ബറക്കത്ത് നീ നൽകണം റഹ്മാനെ. പടച്ചവനെ, ഞങ്ങളെ ഉസ്താദുമാർ ഗുരുവര്യർമാർക്കെല്ലാം നീ ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും നൽകി മരണപ്പെട്ടു പോയവരുടെ ഖബറിൽ
കബറിലേക്ക് ഇതിൻ്റെ സന്തോഷം നീ നൽകണേ അല്ലാ. മഖബൂലും മർദിയുമായ ഹജ്ജ് ചെയ്യാൻ ഉംറ ചെയ്യാൻ നീ തൗഫീഖ് നൽകണം റഹ്മാനെ. നീ തൗഫീഖ് നൽകണേ അല്ലാ. നീ തൗഫീഖ് നൽകണം റഹ്മാനെ. നീ തൗഫീഖ് നൽകണേ അല്ലാ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. والحمد لله رب العالمين. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين.